നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂർവിക സ്മരണയിൽ പിതൃതർപ്പണത്തിനായി ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ആലുവ മണപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. വിഭജികയുടെ മരണം ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും. വിഭജികയുടെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ എടുക്കണമെന്ന ആവശ്യവുമായി സഹോദരൻ രംഗത്ത്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7047 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് DPR. നിഫ ചുഴലിക്കാറ്റ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണം. വാർത്തകൾ വിശദമായി. പിതൃസ്മരണയിൽ എന്ന കർക്കിടക വാവ്. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും പ്രധാന സ്നാന കേന്ദ്രങ്ങളിലും ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പൂർവികർക്ക് ബലിതർപ്പണം നൽകുവാൻ കേരളത്തിൽ ഉടനീളമുള്ള നിരവധി ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലും ധാരാളം ഭക്തരെത്തി. കർക്കിടകവാവ് ബലിദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ശംഖുമുഖം ക്ഷേത്രം, വർക്കല, പാപനാശം, കടൽത്തീരം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഈ ദിവസം തിരക്ക് ഏറെയാണ്. 7 തലമുറയിൽപ്പെട്ട പൂർവികർക്ക് ബലിതർപ്പണം നടത്തുക എന്നതാണ് കർക്കിടകവാവിൻ്റെ പ്രത്യേകത. ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണി മുതൽ ഇന്ന് ഏകദേശം 6 മണി വരെയാണ് അമാവാസി ഉള്ളത്. അപ്പം നമ്മൾ ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പാർവണ ശ്രാദ്ധം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ 7 തലമുറയിലുള്ള പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഈ പാർവണ ശ്രാദ്ധം. കർക്കിടക മാസത്തിലെ അമാവാസിയിൽ വരുന്ന പാർവണ ശ്രാദ്ധം നമ്മൾ 7 തലമുറയിലുള്ള നമ്മുടെ പിതൃക്കളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയാണെങ്കിൽ അത് ഏകോദിഷ്ട ശ്രാദ്ധം എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഏത് മലയാള മാസത്തിൽ ഏത് ദിവസമാണോ മരിച്ചത് ആ ദിവസമാണ് നമ്മൾ ഏകോദിഷ്ടമായ, അത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി മാത്രമാണ്. ഇത് 7 തലമുറ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആയിരക്കണക്കിന് പിതൃക്കളുണ്ടാവാം. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി, അത് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നമുക്ക് ഈ കർമ്മം ചെയ്യാം, അവർ മരിച്ചാലും നമുക്ക് ഈ കർമ്മം ചെയ്യാം. ബലിയനുഷ്ഠാനം നടത്തുന്ന വ്യക്തി ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു നേരം മാത്രമേ ഈ വ്യക്തി അരിയാഹാരം കഴിക്കുകയുള്ളൂ. കേരളത്തിലെ മിക്ക വീടുകളിലും വാവട എന്നറിയപ്പെടുന്ന ആവിയിൽ വേവിച്ച അരിയുടെ ഒരു പ്രത്യേക വിഭവം തയ്യാറാക്കാറുണ്ട്. കർക്കിടക വാവുബലി പുരോഹിതൻ്റെയോ വൃദ്ധൻ്റെയോ മേൽനോട്ടത്തിലാണ് നടത്തുക. ദർഭപ്പുല്ല്, എള്ള്, പവിത്രം, വേവിച്ച അരി, വാഴയില, വെള്ളം, ചെറുപഴം എന്നിവയാണ് ബലിതർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. വൃത്തത്തിൽ തൂങ്ങുക. മാതൃമാതാമഹി, പിതൃപിതാമഹി, അഗ്നിശോധാധിപർക്കെല്ലാവർക്കും വൃത്തത്തിൽ 3 പ്രാവശ്യം തൂങ്ങുക. മൂന്ന് പ്രാവശ്യം തീർത്ഥം നൽകുക. ഗംഗാഭിഷേകം സമർപ്പയാമി. മൂന്ന് പ്രാവശ്യം ചന്ദനവും ജലവും നൽകുക. കളവാഭിഷേകം സമർപ്പയാമി. 3 പ്രാവശ്യം എള്ളും ജലവും കൂടെ നൽകുക. തിലാഭിഷേകം സമർപ്പയാമി. ദിനംപ്രതി വാവുബലി അർപ്പിക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്കും മറ്റുമെത്തുന്ന ഭക്തരുടെ എണ്ണം വർഷാവർഷം വർദ്ധിക്കുകയാണ്. തിരക്ക് എല്ലാ വർഷവും തിരക്ക് കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കുറയാറില്ല. കാരണം തിരുവല്ലത്ത് വന്ന് കർമ്മം ചെയ്യുന്നവർ തിരുവല്ലത്ത് തന്നെ വരും. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനെയോ അമ്മയോ മാമനെയോ എല്ലാം നിലനിർത്തിയിരിക്കുന്നത് തിരുവല്ലത്ത് വിഷ്ണുപാദങ്ങളിലാണ്. അപ്പം മിക്കവാറും പേര് തിരുവല്ലത്ത് തന്നെ വന്ന് കർമ്മം ചെയ്യും. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് ആൾക്കാരെ ഉൾക്കൊള്ളാനായിട്ടുള്ള വളരെ പരിമിതിയുണ്ട്. കാരണം നമുക്കിപ്പോൾ ആൾക്കാർ കൂടുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ സ്ഥലം കൂടിയിട്ടില്ല. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ആയിരക്കണക്കിന് ബലികൾ കൂടി കർക്കിടക വാവുബലി പിതൃദോഷം അകറ്റുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ബലിതർപ്പണം ആത്മാർത്ഥമായി ആചരിക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും നൽകുന്നുവെന്നും വിശ്വാസമുണ്ട്. M5 ന്യൂസ്, തിരുവനന്തപുരം. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് നിതീഷിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. ഷാർജയിലുള്ള നിതീഷിനെ നാട്ടിലെത്തിക്കും. നിതീഷിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. നിതീഷിനെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളുമായി സഹകരിച്ച റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ തീരുമാനം. നിതീഷിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജൂലൈ 8-നായിരുന്നു ഷാർജയിലെ ഫ്ളാറ്റിൽ വിഭജികയെയും 2.5 വയസ്സുകാരി മകൾ വൈഭികയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. തുടർന്ന് മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തി.
റീപോസ്റ്റ്മോർട്ടത്തിൽ വിഭജികയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനിടെ വിഭജികയുടെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ എടുക്കണമെന്ന ആവശ്യവുമായി സഹോദരൻ വിനോദ് രംഗത്തെത്തി. മരണശേഷം വിഭജികയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റായെന്നാണ് സഹോദരന്റെ ആരോപണം. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ഭർത്താവും കുടുംബവും ശ്രമിക്കുകയാണ്. തന്റെ സഹോദരിയുടെ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത്. കേസുമായി ഏതറ്റം വരെയും പോകുമെന്ന് സഹോദരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7047 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുമെന്ന് DPR പറയുന്നു. നേരത്തെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റ് ക്ലിയറൻസ് ലഭിച്ചതിനാൽ വിശദ പദ്ധതി രേഖയ്ക്ക് അംഗീകാരത്തിന് തടസ്സമുണ്ടാകില്ലെന്നാണ് കരുതുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി അടുത്തിടെ പദ്ധതിക്ക് ലഭിച്ചിരുന്നു. വർഷം 7 ലക്ഷം യാത്രികരെ പ്രതീക്ഷിക്കുന്ന വിമാനത്താവളം ശബരിമല തീർത്ഥാടകർക്കും പ്രവാസികൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പദ്ധതി രേഖ പറയുന്നു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്കും തമിഴ്നാടിന്റെ ഭാഗമായ അയൽ ജില്ലകൾക്കും ഗുണകരമാകും. എല്ലാത്തരം വിമാനങ്ങൾക്കും ഇറങ്ങാൻ കഴിയും വിധമാണ് രൂപകൽപ്പന. കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളമാണിത്. മണിമല, എരുമേലി പഞ്ചായത്തുകളിലായാണ് വിമാനത്താവളം വരിക. DPR സമർപ്പിച്ചു എല്ലാ വിമാനങ്ങളും ഇറങ്ങും. പദ്ധതി പ്രദേശത്തിന്റെ സിംഹഭാഗവും ചെറുവള്ളി എസ്റ്റേറ്റാണ്. ഇത് ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈവശമാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയായതിനാൽ ഇത് റവന്യൂ വകയാണെന്നാണ് സർക്കാർ പറയുന്നത്. ഭൂമിയിൽ അവകാശമുന്നയിച്ച റവന്യൂ വകുപ്പ് പാലാ കോടതിയിൽ സിവിൽ കേസ് നൽകിയിട്ടുണ്ട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട താമരശ്ശേരി സ്വദേശി ആബിദ് അടിവാരത്തിനെതിരെ കേസ്. താമരശ്ശേരി പോലീസാണ് കേസെടുത്തത്. DYFI നൽകിയ പരാതിയിലാണ് നടപടി. വിദേശത്തുള്ള ആബിദ് ഫേസ്ബുക്കിലൂടെയാണ് വിദ്വേഷ പ്രചരണം നടത്തിയത്. VSനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസിൻ അഹമ്മദിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. DYFIയുടെ പരാതിയിലായിരുന്നു നടപടി. VSനെ അവഹേളിച്ച നഗരൂർ നെടുമ്പറമ്പ് സ്വദേശിയും അധ്യാപകനുമായ അനൂപിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. VSന്റെ മരണവാർത്തയ്ക്ക് പിന്നാലെ അധിക്ഷേപിച്ചുകൊണ്ട് ഇയാൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയായിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയായിരുന്നു നടപടി. VSനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നീലേശ്വരം, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിഷേധങ്ങളെ തുടർന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. VSനെ ഇസ്ലാം മത വിരോധിയായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇയാളുടെ താമരശ്ശേരിയിലെ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ DYFI പ്രവർത്തകർ ഇന്നലെ പോസ്റ്റർ പതിപ്പിച്ചിരുന്നു. സ്കൂൾ സമയമാറ്റം വിശദമായ പഠനത്തിന് ശേഷമെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10 വരെ വിവിധ ജില്ലകളിൽ പഠനം നടത്തി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ അഭിപ്രായം തേടി. ഭൂമിശാസ്ത്രവും സാംസ്കാരിക സാഹചര്യങ്ങളും പരിഗണിച്ച 6 ജില്ലകളിലായിരുന്നു പഠനം. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടി. ശനിയാഴ്ച ഉൾപ്പെടെ ക്ലാസ് നടത്താനുള്ള തീരുമാനത്തെ ഭൂരിഭാഗം പേരും എതിർത്തു. എന്നാൽ സ്കൂൾ ദിവസങ്ങൾ പരമാവധി സമയം ഉപയോഗിക്കണമെന്ന് 50.7% രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. 41.1% രക്ഷിതാക്കൾ സിലബസ് കുറയ്ക്കാനും അനാവശ്യ അവധികൾ കുറയ്ക്കാനും നിർദ്ദേശിച്ചു. പഴയ സമയക്രമം മതിയെന്ന് അഭിപ്രായപ്പെട്ട 6.4% പേർ മാത്രമാണ്. 0.6% പേർ മാത്രമാണ് അവധി പുനഃപരിശോധിക്കണമെന്ന് അനുകൂലിച്ചത്. പഠന ദിവസങ്ങൾ കൂടുന്നത് 87.2% പൊതുജനങ്ങളും എതിർത്തു. 819 അധ്യാപകരിൽ നിന്ന് 520 വിദ്യാർത്ഥികളിൽ നിന്നും 156 രക്ഷിതാക്കളിൽ നിന്നും സമിതി അഭിപ്രായം തേടി. 4490 പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ക്ലാസ് സമയം വെള്ളിയാഴ്ച ഒഴികെയുള്ള 4 ദിവസങ്ങളിൽ അരമണിക്കൂർ കൂട്ടണം. കൂടാതെ ഈ അക്കാദമിക് വർഷം 7 ശനിയാഴ്ചകളിൽ ക്ലാസുകൾ അധികമായി നൽകണമെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. മലപ്പുറം കുറ്റിപ്പുറത്ത് നഴ്സ് അമീനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അമീന ജോലി ചെയ്തിരുന്ന അമാന ആശുപത്രി മുൻ മാനേജർ അബ്ദുറഹിമാന്റെ ഗുരുതര മാനസിക പീഡനമെന്ന് പോലീസ് കണ്ടെത്തൽ. അബ്ദുറഹിമാൻ അമീനയെ ഭീഷണിപ്പെടുത്തിയെന്ന് കണ്ടെത്തൽ. കഴിഞ്ഞ ഡിസംബറിൽ ആശുപത്രിയിൽ നിന്ന് രാജിവെക്കാൻ അമീന സന്നദ്ധത അറിയിച്ചിട്ടും അബ്ദുറഹിമാൻ സമ്മതിച്ചില്ല. ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് പറഞ്ഞ് തുടരാൻ നിർബന്ധിച്ചു. ഈ വർഷം ജൂണിൽ വീണ്ടും രാജി നൽകി. എന്നാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഇയാൾ തയ്യാറായില്ലെന്നും പോലീസ് കണ്ടെത്തി. ആത്മഹത്യ ചെയ്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അമീനയെ ക്യാബിനിൽ വിളിച്ചു വരുത്തി അബ്ദുറഹിമാൻ അനാവശ്യമായി ചീത്ത വിളിച്ചു. ഇതിനു പുറമെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ മനംനൊന്താണ് അമീന ജീവനെടുക്കിയതെന്നും പോലീസ് പറയുന്നു. അറിയാത്ത ജോലികൾ ചെയ്യാൻ അമീനയെ അബ്ദുറഹിമാൻ നിർബന്ധിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. അറിയാത്ത ജോലി അമീന തന്നെ ചെയ്യണമെന്ന് അബ്ദുറഹിമാൻ നിർബന്ധിച്ചു. ഇതും അമീനയെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. M5 ന്യൂസ്, മലപ്പുറം.
പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാന ഇറങ്ങി. നെല്ലിയാമ്പതി സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റ് പുതിയപാടിയിൽ ഇന്നലെ രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. നെല്ലിയാമ്പതി സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റ് പുതിയപാടിയിൽ ഇന്നലെ രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. എസ്റ്റേറ്റിന് സമീപത്തെ പള്ളിയുടെ ഭാഗത്തും തോട്ടം തൊഴിലാളികളുടെ വീടുകൾക്കും സമീപമാണ് കാട്ടാന നിലയുറച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. നെല്ലിയാമ്പതി സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റ് പുതിയപാടിയിൽ ഈ പ്രദേശത്ത് നിൽക്കുന്ന കാട്ടാനയാണ്. ഇത് ഇന്നലെ വൈകുന്നേരം മുതൽ എസ്റ്റേറ്റിലെ പള്ളിയുടെ പരിസരത്ത് നിന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഭാഗത്ത് തന്നെയാണ് കറങ്ങി നടക്കുന്നത്. ചക്കയാണ് മെയിൻ ആഹാരം. അതിനുവേണ്ടി വീടുകളുടെ പരിസരഭാഗത്തും എസ്റ്റേറ്റിൻ്റെ ഉൾഭാഗങ്ങളിലും കറങ്ങി നടക്കുന്നു. പ്രധാനമായും ജനവാസ മേഖലയിലെ ചക്ക കഴിക്കാനാണ് കാട്ടാന ഇറങ്ങുന്നത്. വനംവകുപ്പിനെ വിവരമറിയിച്ചിട്ടുണ്ട്. കാട്ടാന കൂടുതൽ അക്രമം കാണിക്കുകയാണെങ്കിൽ RRT സംഘത്തെ വിടുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. M5 ന്യൂസ് പാലക്കാട്. സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വര ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. ഈ വർഷം ഇതുവരെ മാത്രം 73 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 8 മരണവും റിപ്പോർട്ട് ചെയ്തു. മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഒന്നിലധികം പ്രൈമറി നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മസ്തിഷ്ക ജ്വര വ്യാപനത്തെ ഗൗരവമായി ആരോഗ്യവകുപ്പ് കാണേണ്ടതുണ്ടെന്ന വിലയിരുത്തൽ. ഈ മാസം മാത്രം 37 രോഗികളാണുള്ളത്. വടക്കൻ ജില്ലകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്നു. നിപ്പ പരിശോധനയും നടത്തണം. ഒന്നിലധികം പ്രൈമറി നിപ്പ കേസുകൾ ഇതാദ്യമായാണ്. രോഗം ഉറവിടം അവ്യക്തമാണ്. ഈ മാസം മാത്രം സംസ്ഥാനത്ത് 37 പേർക്കാണ് അക്യൂട്ട് എൻസിഫലിറ്റിസ് സിൻഡ്രോം അഥവാ മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. 2 മരണം റിപ്പോർട്ട് ചെയ്തു. കേസുകൾ കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ വർഷം ആകെ 100 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. 33 മരണവും റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ രോഗികളുള്ളത്. പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നിപ്പ ലക്ഷണങ്ങളോട് സമാനമാണ് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളും. എന്നാൽ AAS സ്ഥിരീകരിക്കുന്നവരിൽ നിപ്പ പരിശോധന നടക്കുന്നത് വിരളമാണ്. ഈ വർഷം വടക്കൻ ജില്ലകളിലായി 4 പേർക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. 4 പ്രൈമറി കേസുകളാണ്. ഉറവിടം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. സംസ്ഥാനത്ത് മുണ്ടിനീര് പടരുന്നു. ഈ മാസം കണ്ടെത്തിയത് 475 കേസുകൾ. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ മാസം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 117 പേർക്കാണ് മുണ്ടിനീര് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ വർഷം സംസ്ഥാനത്ത് ആകെ 20,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗം കൂടുതൽ ബാധിക്കുന്നത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമെന്നാണ് കണ്ടെത്തൽ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെയും വീട്ടിൽ ചികിത്സയിലുള്ളവരുടെയും കണക്കുകൾ എടുത്താൽ ഇതിലും കൂടുതൽ കേസുകൾ ഉണ്ടാകാനാണ് സാധ്യത. ഒരു വൈറസ് ജന്യ രോഗമാണ് മാംസ് അഥവാ മുണ്ടിനീര്. പാരാമിക്സോ വൈറസ് എന്ന വിഭാഗത്തിൽപ്പെട്ട വൈറസാണ് മുണ്ടിനീര് പകർത്തുന്നത്. പനി, കവിൾ തടത്തിലെ വേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വേദനയും ലക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ കൃത്യമായ രോഗനിർണയത്തിനായി ഒരു ഡോക്ടറെ കാണണം. ഗ്രന്ഥിയുടെ വീക്കം മാംസ് വൈറസ് മൂലമാകണമെന്നില്ല, മറിച്ച് മറ്റ് വൈറസുകളോ ബാക്ടീരിയകളോ മൂലമാകാം. രോഗലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടാനും പനി കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനുമായി മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. രോഗം ബാധിച്ച ഉമിനീർ വഴിയാണ് വൈറസ് എളുപ്പത്തിൽ പടരുന്നത്. ചുമയോ തുമ്മലോ അല്ലെങ്കിൽ സംസാരം വഴി പുറത്തുവിടുന്ന രോഗബാധിതമായ വായുത്തുള്ളികൾ ശ്വസിച്ച മറ്റു ആളുകളിലേക്കും രോഗം പടരാം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. തകർന്നു തരിപ്പണമായ റോഡിന്റെ ശാപമോക്ഷത്തിന് വേണ്ടി വെള്ളക്കെട്ടിൽ ബലിതർപ്പണം നടത്തി വേറിട്ട പ്രതിഷേധം. പാലക്കാട് മേലാർക്കോടാണ് സംഭവം. പാലക്കാട് മേലാർക്കോടാണ് വേറിട്ട ബലിതർപ്പണം നടന്നത്. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ തകർന്നു തരിപ്പണമായ പള്ളിക്കാട് വലിയ കോഴിപ്പാടം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. റോഡ് തകർച്ചയെക്കുറിച്ച് അധികാരികളെ അറിയിച്ചിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിലെ വെള്ളക്കെട്ടിൽ ബലിതർപ്പണം നടത്തിയത്. ചടങ്ങുകൾ നടത്തിയ ശേഷം റോഡിലെ കുഴിയിലെ വെള്ളക്കെട്ടിൽ ബലിതർപ്പണം നടത്തുകയായിരുന്നു. M5 ന്യൂസ് പാലക്കാട്. ഇനി കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴയും കാറ്റും ശക്തിപ്പെടാൻ സാധ്യത. മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ന്യൂനമർദ്ദമായി മാറി വീണ്ടും ശക്തി പ്രാപിച്ച അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതോടെ കേരളത്തിൽ തിങ്കളാഴ്ച വരെ വീണ്ടും മഴ, കാറ്റ് ശക്തി പ്രാപിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞുപോയ ശക്തമായ മഴ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യഥാർത്ഥ പടിഞ്ഞാറൻ കാറ്റായി വീശാനാണ് സാധ്യത. ന്യൂനമർദ്ദം ശക്തി കൂടി തീരത്തോട് അടുക്കുന്നതിന് അനുസരിച്ച് കേരള തീരത്തും കാറ്റ് ശക്തിപ്പെടാൻ മലയോര മേഖലയിൽ ഇത്തവണ കൂടുതൽ ജാഗ്രത വേണ്ടിവരും. പ്രത്യേകിച്ച് ശനി, ഞായർ ദിവസങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ്.
പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചാൽ മഴയോടൊപ്പം ഇത്തവണ കാറ്റും വില്ലനാകും. തുടക്കത്തിൽ മധ്യ തെക്കൻ കേരളത്തിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ, കാറ്റ് ശക്തമായേക്കും. ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂർവിക സ്മരണയിൽ പിതൃതർപ്പണത്തിനായി ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ആലുവ, മണപ്പുറം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. വിഭജികയുടെ മരണം ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും. വിഭജികയുടെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ എടുക്കണമെന്ന ആവശ്യവുമായി സഹോദരൻ രംഗത്ത്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7047 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് DPR. വിഫ ചുഴലിക്കാറ്റ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണം. ഇതോടെ ഈ ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.